പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗ്രേറ്റ് ഗ്രേസ് ചാനലിലേക്ക് സ്വാഗതം. കോട്ടയം ജില്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ബൈബൽ എന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിന്റെ 9 തരം വരുമാന മാർഗങ്ങളിൽ ചിലതിനെക്കുറിച്ച് വിശദീകരിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊരു അധിക വരുമാനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും ഇത് കാണുക. ഇതിനു മുൻപുള്ള വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. 1, 2, 3 വീഡിയോകളിലൂടെ ഈ പ്രസ്ഥാനത്തെക്കുറിച്ചോ ഇതിലൂടെ നൽകുന്ന വരുമാന സാധ്യതകളെക്കുറിച്ചോ വിശദീകരിക്കുവാനാകുന്നതല്ല. എങ്കിലും ഞാൻ അതിനുള്ള ഒരു പരിശ്രമത്തിലാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സിം കാർഡ് റീചാർജ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇതിൽ പ്രവേശനം നേടാം. 9 തരം വരുമാന മാർഗങ്ങൾ നേടുന്നതിന് 2 ആളുകളെ റെഫർ ചെയ്യുന്നതിലൂടെ യോഗ്യത നേടാവുന്നതാണ്. 9 തരത്തിലുള്ള വരുമാന മാർഗങ്ങളാണ് ബൈബിൾ നൽകുന്നത് എന്ന് പറഞ്ഞല്ലോ. അതിൽ ഓരോന്നിനെക്കുറിച്ചും വിശദമാക്കാം. ഇത് കൂടുതൽ വേഗത്തിൽ മനസ്സിലാക്കുവാൻ വേണ്ടി ബൈബിളിലൂടെ ലഭിക്കുന്ന വരുമാനങ്ങൾ ഇതിലുള്ള വ്യത്യസ്തങ്ങളായ ഒരു 4 വാലറ്റുകളിലാണ് വന്നു ചേരുന്നത്. ഈ വാലറ്റുകൾക്ക് മനസ്സിലാക്കാനായി വിഡ്രോവൽ വാലറ്റ്, റീപർച്ചേസ് വാലറ്റ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെ പറയുന്നു എന്ന് മാത്രം. അതിന്റെ ശരിയായ പേരെന്ന് പറയുന്നത് റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റ് എന്നാണ്. അടുത്തത് ഇ-കൊമേഴ്സ് വാലറ്റ്, റീചാർജ് വാലറ്റ് എന്നിങ്ങനെ പേരുകളിലാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ വിഡ്രോവൽ വാലറ്റിൽ വരുന്ന സംഖ്യ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാം. ഏറ്റവും കുറഞ്ഞ പിൻവലിക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് 900 രൂപയാണ്. 900 രൂപയോ അതിൽ കൂടുതലോ ഈ വാലറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കാം. നിങ്ങൾ റിക്വസ്റ്റ് കൊടുക്കുന്ന ദിവസം രാത്രി 12 മണിക്ക് കഴിഞ്ഞിട്ടുള്ള 96 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അത് വന്നു ചേരുന്നതുമാണ്. അടുത്ത് റീപർച്ചേസ് വാലറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിപ്പീറ്റഡ് റീചാർജ് അലവൻസ് വാലറ്റ് എന്ന് പറയുന്നത്. ഈ വാലറ്റിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങേണ്ടതാണോ എന്നൊക്കെ തോന്നും. എന്നാൽ നിങ്ങളൊന്നും തന്നെ ഇവിടെ ആവർത്തിച്ചൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പകരം അറിയേണ്ടത് ഈ വാലറ്റിൽ വരുന്ന പണം ഉപയോഗിച്ചാണ് ബൈബിളിലുള്ള ഓരോ അംഗത്തിനും തുടർച്ചയായതും നിൽക്കാത്തതുമായ തുടർ വരുമാനങ്ങളായ പെർഫോമൻസ് വരുമാനവും റീബർത്ത് വരുമാനവും ബൈനറി വരുമാനങ്ങളെല്ലാം ലഭിക്കുന്നത്. ഇത് ഓരോന്നിനെക്കുറിച്ചും പറയുമ്പോൾ ഓരോന്നിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. അടുത്തത് ഇ-കൊമേഴ്സ് വാലറ്റ്. ഈ വാലറ്റിൽ വരുന്ന പണം ഉപയോഗിച്ചാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമായ സാധനങ്ങൾ നമ്മുടെ പരിസരത്തുള്ള കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അതത് വ്യാപാരികൾക്ക് ബൈബിൾ പണമാക്കി കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ലാഭവിഹിതം ഉപയോഗിച്ചാണ് 16 ലെവലുകളിലൂടെ വിതരണം ചെയ്യും. നമുക്ക് ഓരോരുത്തർക്കും അനന്തമായതും അതിശയകരവുമായ പ്രതിമാസ വരുമാനം ഓരോരുത്തർക്കും ലഭിക്കുന്നത്. അടുത്തത് റീചാർജ് വാലറ്റ്. ബൈബിളിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ മുടക്കുന്ന സംഖ്യ, ആ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ നമുക്ക് ഫോൺ റീചാർജ് ചെയ്ത് തുടങ്ങാം. അതിനുള്ള പണം റീചാർജ് വാലറ്റിനാണ് ഉണ്ടാവുക. ഓരോ 27 ദിവസങ്ങൾ കഴിയുമ്പോഴും റീചാർജ് വാലറ്റിൽ 350 രൂപ വീതം നൽകിക്കൊണ്ടേയിരിക്കും. നമ്മൾ ആദ്യം മുടക്കിയ പണം, അതായത് 1000 രൂപ, ആ പണം അതിനോടൊപ്പം ബൈബിൾ നൽകുന്ന പണവും ചേർത്ത്, അത് 1000-ന്റെ ആണെങ്കിൽ 50 രൂപ, 1050 രൂപയായിട്ട്, ഇനി 3000-ന്റെ ആണെങ്കിൽ 500 രൂപയും ചേർത്ത് 3500, ഇനി 5000 രൂപയാണെങ്കിൽ 1000 രൂപയും കൂടെ ചേർത്ത് 6000 രൂപ. ഇത് ചേർത്തിട്ട് അത് തീരുന്ന സമയം വരെ റീചാർജ് ചെയ്യാൻ നമ്മുടെ വാലറ്റ് നൽകിക്കൊണ്ടേയിരിക്കും. അതിനുശേഷം നമ്മൾ ഓരോ പ്രാവശ്യം റീബർത്ത് ആകുമ്പോഴും 1000 രൂപ വീതം റീചാർജ് ചെയ്യാൻ വേണ്ടി നൽകുന്നതാണ്. ഇതിനെക്കുറിച്ചും ഞാൻ പിന്നീട് വിവരിക്കാം. കാരണം അതാത് പ്ലാനുകളെക്കുറിച്ച് പറയുന്ന സമയത്ത് വിശദീകരിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. വേഗത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 4 വാലറ്റുകളെ കുറിച്ച് പറഞ്ഞത്. നമ്മൾ സമൂഹ സൃഷ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ക്രിയേഷന് വേണ്ടിയാണ് ബൈബിൾ ഇങ്ങനെ ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ഈ പ്ലാൻ ബൈനറി രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ബൈനറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ താഴെ 2 പേരെ മാത്രമേ പ്ലേസ് ചെയ്യാൻ, അല്ലെങ്കിൽ 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ആ 2 പേരിൽ ഓരോരുത്തരും അവരവരുടെ താഴെ ഈ 2 പേര് വീതം, അങ്ങനെ ആകെ 4 പേര്. അതായത് നമ്മുടെ 1ാമത്തെ ലെവലിൽ 2 പേരും, 2ാമത്തെ ലെവലിൽ 4 പേരും, 3ാമത്തെ ലെവലിൽ 8 പേര്, അങ്ങനെ താഴേക്ക് 16, 32, 67, 128, 256 എന്നിങ്ങനെ ഓരോ ലെവലിലും ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ക്രമീകരണത്തിനെയാണ് ബൈനറി അല്ലെങ്കിൽ 2 മാട്രിക്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള 16 ലെവലുകളിൽ നിന്നാണ് ഒരാൾക്ക് ആകെ വരുമാനം തുടർച്ചയായി ബൈബിളിലൂടെ ലഭിക്കുന്നത്. നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന് മുൻപരിചയമില്ലാത്ത വ്യക്തിയാണെങ്കിൽ, വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള വ്യക്തികൾ, എങ്കിലും ഞാൻ പറയുകയാണ്, അങ്ങനെ മുൻപരിചയമില്ലാത്ത വ്യക്തികളാണെങ്കിൽ വളരെ ശ്രദ്ധയോടെ കണ്ടെങ്കിൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അല്ലെങ്കിൽ മനസ്സിലാകുന്നവരെ ഈ വീഡിയോ ആവർത്തിച്ച് കാണുക. ഇനി നമുക്ക് ലഭിക്കുന്ന 9 തരം വരുമാനങ്ങൾ ഓരോന്നിനെക്കുറിച്ചും വിശദീകരിച്ച് മനസ്സിലാക്കാം. ആദ്യത്തേത് ഡയറക്റ്റ് റെഫറൽ അല്ലെങ്കിൽ സ്പോൺസർ ബോണസ് എന്ന് പറയുന്നതാണ്. നമ്മൾ നേരിട്ട് ഒരാളെ ബൈബിളിന്റെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് താഴെ അവരെ നമ്മുടെ റെഫറൽ ലിങ്ക് അല്ലെങ്കിൽ നമ്മുടെ ഐഡിക്ക് താഴെ അവരെ ജോയിൻ ചെയ്യിക്കുമ്പോൾ നമുക്ക് ഒരാളിനെ ചേർക്കുമ്പോൾ 500 രൂപ
നമുക്ക് ഡയറക്റ്റ് റഫറൽ ബോണസായി ലഭിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ റഫറലായി എത്രത്തോളം ആളുകളെ വേണമെങ്കിലും നമുക്ക് ബൈബിളിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോഴൊക്കെ നമുക്ക് അവർ ഓരോരുത്തരിൽ നിന്നും നമുക്ക് 500 രൂപ വീതം റഫറൽ ബോണസായി ലഭിക്കുന്നതാണ്. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രധാന കാര്യം പറഞ്ഞിരുന്നു, മറക്കരുത്. നമുക്ക് താഴെ നമ്മുടെ ഡയറക്റ്റ് റഫറലായി കുറഞ്ഞ പക്ഷം 2 ആളുകളെ ചേർത്ത് വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് 9 തരം വരുമാനത്തിനും അർഹത ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 2 ആളുകളെയോ അല്ലെങ്കിൽ എത്ര ആളുകളെ വേണമെങ്കിലും നമുക്ക് ഡയറക്റ്റ് റഫറലായി ചേർക്കാം. ഓരോരുത്തരെ ചേർക്കുമ്പോഴും അപ്പോൾ തന്നെ നമുക്ക് 500 രൂപ വീതം റഫറൽ ബോണസ് ലഭിക്കും. എന്നാൽ നമ്മൾ ആദ്യത്തെ ആളിനെ ചേർക്കുമ്പോൾ ലഭിക്കുന്ന 500 രൂപ അങ്ങനെ തന്നെ നമ്മുടെ വിഡ്രോവൽ വാലറ്റിലേക്ക് വന്നു ചേരുന്നതായിരിക്കും. അതിനോടൊപ്പം മറ്റൊരു വരുമാനം കൂടി ലഭിക്കും. അതിനെക്കുറിച്ച് ഇത് വിവരണം നൽകുന്ന സമയത്ത് വിശദീകരിക്കാം. ആദ്യത്തെ 500 രൂപ റഫറൽ വരുമാനം വിഡ്രോവൽ വാലറ്റിൽ വന്നതിന് ശേഷം നിങ്ങൾ ചേർത്ത് വിടുന്നവരിലൂടെ ലഭിക്കുന്നതോ അതല്ലെങ്കിൽ അല്ലാതെ ലഭിക്കുന്നതോ ആയ ഏതൊരു വരുമാനം ബൈബിൾ മുഖാന്തരം നിങ്ങൾക്ക് ലഭിച്ചാലും ലഭിക്കുന്ന വരുമാനത്തിന്റെ 70% വിഡ്രോവൽ വാലറ്റിലും ബാക്കി 30% നിങ്ങളുടെ റീപർച്ചേസ് വാലറ്റിലുമായിരിക്കും ലഭിക്കുക. ആദ്യത്തെ വ്യക്തിയെ ഡയറക്റ്റ് റഫറായി ചേർക്കുമ്പോൾ ലഭിക്കുന്ന റഫറൽ ബോണസായ 500 രൂപയിൽ നിന്ന് ഒന്നും തന്നെ കുറവ് വരുന്നതല്ല. ആ 500 രൂപയും വിഡ്രോവൽ വാലറ്റിലേക്ക് വന്നു ചേരും. എന്നാൽ രണ്ടാമത്തെ വ്യക്തിയെ ചേർത്ത് കഴിഞ്ഞ് ലഭിക്കുന്ന അന്നേരം മുതൽ ഏതെല്ലാം വരുമാനങ്ങൾ നമുക്ക് വന്നാലും അതിന്റെയൊക്കെ 70% വിഡ്രോവൽ വാലറ്റിലും ബാക്കി 30% റീപർച്ചേസ് വാലറ്റിലുമായിരിക്കും വരിക. ഇവിടെ രണ്ടാമത്തെ വ്യക്തിയെ നിങ്ങൾ ചേർക്കുമ്പോൾ ഡയറക്റ്റ് റഫറലായി കിട്ടുന്ന 500 രൂപയിൽ നിന്ന് 350 രൂപയായിരിക്കും വിഡ്രോവൽ വാലറ്റിലേക്ക് പോവുകയും ബാക്കി 150 രൂപ എന്ന് പറയുന്നത് റീപർച്ചേസ് വാലറ്റിലായിരിക്കും വന്നു ചേരുക. ഞാനിത് ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. 2ൽ കൂടുതലായി എത്രത്തോളം ആളുകളെ നിങ്ങൾ നേരിട്ട് റെഫർ ചെയ്യുന്നുവോ അത്രത്തോളം വേഗത്തിൽ നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുകയും അതിനോടൊപ്പം ആവർത്തിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന പെർഫോമൻസ് ഇൻകവും റീബർത്ത് വരുമാനവും ബൈനറി വരുമാനം വർദ്ധിക്കുകയും വേഗത്തിൽ ആവർത്തിക്കുകയും ചെയ്യുന്നത് കൂടാതെ നിങ്ങൾ 2ലധികമായി ചേർക്കപ്പെടുന്ന ഓരോരുത്തരും നിങ്ങളുടെ താഴെയുള്ള ആളുകൾക്ക് പലർക്കും വരുമാനം നേടിക്കൊടുക്കുന്നവരായി സ്പിൽ ഓവറായി മാറുകയും അവരും ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പോലെ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ 16 ലെവലുകളും വേഗത്തിൽ പൂർത്തിയാക്കപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് ചിന്തിച്ച് ചെയ്തു നോക്കുക. നിങ്ങൾ 10 അല്ലെങ്കിൽ ഒരു 15 ആളുകളെ നിങ്ങളുടെ ഡയറക്റ്റ് റഫറലായി കൊണ്ടുവരുന്നു. അങ്ങനെ വന്നിട്ടുള്ള അവരോരോരുത്തരും അതുപോലെ ചെയ്യുന്നവരാണെന്ന് കരുതുക. നിങ്ങൾ കൊണ്ടുവരുന്ന പോലെ 10-15 ആളുകൾ വീതം കൊണ്ടുവരുന്നതാണ് ഒന്നും ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്ക് എത്രത്തോളം രൂപയായിരിക്കും വരുമാനമായിട്ട് കിട്ടിയിട്ടുണ്ടാവുക? നിങ്ങളുടെ താഴെയുള്ള ഓരോ ലെവലുകളും എത്രത്തോളം വേഗത്തിൽ അത് ഫില്ലായിക്കൊണ്ടേയിരിക്കും? ഇതൊരു മനക്കണക്ക് കൂട്ടി അതിന്റെ വേഗത എത്രത്തോളമാണെന്നൊന്ന് മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നതുവരെ ശ്രദ്ധയോടെ കാണണം. ഈ വീഡിയോയിൽ ബൈനറിയെക്കുറിച്ചും 4 വാലറ്റുകളെക്കുറിച്ചും റഫറൽ വരുമാനത്തെക്കുറിച്ചും അങ്ങനെ കിട്ടുന്ന വരുമാനത്തിന്റെ എത്ര ശതമാനം വിഡ്രോവൽ വാലറ്റിൽ വരുമെന്നും എത്ര ശതമാനം റീപർച്ചേസ് വാലറ്റിൽ പോകുന്നുവെന്നും മാത്രമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ബാക്കി അടുത്ത വീഡിയോകളിലൂടെ മറ്റേ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുവാൻ ആരാണോ ഇതിന്റെ ലിങ്ക് അയച്ചത് ദയവായി അവരുമായി കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അതല്ല, നിങ്ങൾ സ്വന്തമായിട്ട് സെർച്ച് ചെയ്ത വഴിക്ക് യാദൃച്ഛികയിലാണ് യൂട്യൂബിലെ ഈ വീഡിയോ കണ്ടതെങ്കിൽ ഇതിൽ കാണുന്ന എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതിനോടൊപ്പം ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ് ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. തുടർന്നുള്ളവയും ദയവായി കാണുക. നിങ്ങളുടെ ക്ഷമയ്ക്കും ഉത്സാഹത്തിനും ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ്. താങ്ക് യു സോ മച്ച്.